ഹായ്, നമുക്കിന്നൊരു ചക്കയരിശ്ശേരി വെച്ചാലോ? ഞാൻ ഒമാനിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇപ്പം എനിക്ക് ഇങ്ങനെ ചക്ക കിട്ടിയെന്നല്ലേ. വരൂ, കാണിച്ചു തരാം. വരൂ. എനിക്ക് നാട്ടിൽ നിന്ന് എത്തിച്ച ചക്കയായിരുന്നു കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അത് കാരണം ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റി. എരിശ്ശേരിക്ക് വേണ്ടി ചക്ക കുറച്ച് ചെറിയ പീസായിട്ട് മുറിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കൂരിയും കൂടി ചെറിയ പീസാക്കി മുറിച്ച് ഒരു പ്രഷർ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത്യാവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കുക. ഒരു 2-3 വിസിലാകുമ്പോഴത്തേക്ക് ചക്ക നന്നായിട്ട് വെന്തിരിക്കും. ഈ സമയം നമുക്ക് അരപ്പരച്ചെടുക്കാം. ഇതിനുവേണ്ടി തേങ്ങയുടെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, അതായത് നല്ല ജീരകം, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചക്കയരിശ്ശേരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നറിയോ? അതിൻ്റെ കടുക് വറുക്കുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടി ആണ് കേട്ടോ. കടുക് വറുക്കുമ്പോൾ അല്പം എണ്ണ കൂടുതലെടുക്കണം. എന്നിട്ട് സാധാരണ പോലെ കടുക് വറുക്കുക. അതിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കുറച്ച് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം. കൂടുതൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഫുൾ കറി കഴിക്കും. അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം കുറച്ച് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 3 വിസിലടിച്ചപ്പോഴേ നമ്മുടെ ചക്ക വെന്ത് നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഈ ചക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് അല്പം പഴുത്തു തുടങ്ങിയ ഒരു ചക്കയായിരുന്നു. അത് കാരണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. ഒത്തിരി ഉടയ്ക്കണമെന്നില്ല, കുറച്ച് ഉടച്ചാൽ മതി. പക്ഷേ ഞാൻ ഉടച്ചുടച്ച് കുറച്ച് കലങ്ങിപ്പോയി. നിങ്ങൾ ഇത്രയും ഉടയ്ക്കണമെന്നില്ല. ഉടച്ചു വെച്ചേക്കുന്ന ചക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടുക. അതിൻ്റെ കൂടെ നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. അത്രയേ ഉള്ളൂ ചക്ക എരിശ്ശേരിയുടെ കാര്യം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇപ്പോഴേ നല്ല മണം അടിച്ചു തുടങ്ങി. അല്പം കറിവേപ്പിലയും കൂടെ താളിച്ചിടണം കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാ. ഈ ചക്ക സീസണിലേ ഇതുപോലൊരു ചക്കയരിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കൊല്ലം സ്റ്റൈലിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചക്കയരിശ്ശേരിയാണേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിപ്പിക്കൂ. താങ്ക് യു.